ഈ കാക്കിക്കുപ്പായത്തിനുള്ളിൽ ഒരു കർഷകനുണ്ട്. പൂക്കളെ സ്നേഹിക്കുന്ന സഹൃദയ മനസ്സുണ്ട്. അതിന്റെ നേർക്കാഴ്ചയാണ് ദാ ഈ കാണുന്നത്. പോലീസ് സ്റ്റേഷന്റെ മുൻവശത്തെ കാട് പിടിച്ചു കിടന്ന പ്രദേശം മനോഹരമാക്കുന്നതിന്റെ ഭാഗമായിയാണ് ചെണ്ടുമല്ലി പൂന്തോട്ടം ഒരുക്കിയത്. സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ ഗേറ്റ് കടന്നാൽ വലതുവശത്താണ് ഈ മനോഹര ഉദ്യാനം. മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ധാരാളം ചെണ്ടുമല്ലിപ്പൂക്കൾ പൂത്തുവിടർന്ന് പ്രഭതൂകി നിൽക്കുന്നു. പൂക്കൾക്ക് ചുറ്റും പാറിക്കളിക്കുന്ന പൂമ്പാറ്റകളും വണ്ടുകളും. കോടനാട് പോലീസ് സ്റ്റേഷൻ അങ്ങനെ ഒരു പ്രത്യേക അഴക്. പോലീസ് സ്റ്റേഷനിലെ PRO SI ജോബി ജോർജിന്റെ മനസ്സിലുദിച്ച ആശയമാണിത്. ബഹുമാനപ്പെട്ട ASP ഇവിടെ ഇൻസ്പെക്ഷൻ സമയത്ത് ഈ സൈഡൊക്കെ ഒന്ന് കെട്ടി നന്നാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മളത് കട്ട വെച്ച് കെട്ടി സിമെൻ്റൊക്കെ ഇട്ട് അവിടെ ലെവലൊക്കെ ചെയ്തു. അപ്പോൾ മണ്ണ് നല്ല ലെവലായിട്ട് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ എന്തെങ്കിലും നല്ല പൂന്തോട്ടം പിടിപ്പിക്കാം എന്ന് കരുതി അങ്ങനെ ആലോചിച്ച് ഞങ്ങൾ ഓണത്തിന് കുറച്ച് പൂവുകൾ കിട്ടണം എന്ന് കരുതി കുറച്ച് പൂച്ചെടികൾ വെക്കാമെന്ന് തീരുമാനിച്ചാണ് ഇങ്ങനെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കിയത്. ഭാഗ്യവശാൽ അത് വളരെ നന്നായി വളർന്നു വന്നു. കാട് പിടിച്ചു കിടന്ന പ്രദേശം വെട്ടിവെളിപ്പിച്ച് പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള സ്വകാര്യ ഫാമിൽ നിന്ന് കുറച്ച് ചെണ്ടുമല്ലി വിത്തുകൾ വാങ്ങി കൃഷി ചെയ്തു. വനിതാ സിവിൽ പോലീസ് ഓഫീസർ ചന്ദ്രലേഖയും മറ്റ് സഹപ്രവർത്തകരും ചേർന്ന് ഇതിന് കൃത്യമായ ഇടവേളകളിൽ വെള്ളവും വളവും നൽകി. രാവിലെ ഉദയസൂര്യന്റെ പ്രകാശത്തിൽ നിറയെ ചിത്രശലഭങ്ങളൊക്കെ വന്നിരിക്കുന്നതാണെന്ന് ഞങ്ങൾക്ക് ഈ ടെൻഷനുള്ള ജീവിതത്തിൽ വളരെ സന്തോഷം നൽകുന്നുണ്ട്. എല്ലാ സ്റ്റേഷനുകൾക്കും ഇതൊരു മാതൃകയാക്കാവുന്നതാണ്. കാരണം നമുക്ക് സ്റ്റേഷൻ കോമ്പൗണ്ടുകളിൽ പുല്ല് പിടിച്ച് അല്ലെങ്കിൽ കാട് പിടിച്ച് ഉപയോഗശൂന്യമായി കിടക്കുന്ന ധാരാളം സ്ഥലമുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വരുന്നവർക്കും ഒരു മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന കാഴ്ചയായിട്ട് മാറും. ജോലിയുടെ പിരിമുറുക്കങ്ങൾക്കിടയിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ വലിയ സന്തോഷവും ഊർജവും പകരുന്നതാണെന്നാണ് ഈ പോലീസുകാരുടെ പക്ഷം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.